ഹലോ ഗായ്സ്, ടോക്കിംഗ് ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാ? മൈസൂർ പാലസ്. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കർണാടകയിലുള്ള മൈസൂർ പാലസിലേക്കാണ്. അപ്പം യെസ്, അടിപൊളി കൊട്ടാരം. ഇന്ത്യയിലെ തന്നെ കാണാൻ അഴകുള്ള ഒരു കൊട്ടാരം അല്ലേ? അതാണ് നമ്മള് നോക്ക് മോനെ, ആ കൊട്ടാരം ദൂരെ നിന്ന് കണ്ടാലേ. ഇത് നമ്മുടെ സൈഡിൽ നിന്ന് കയറുന്നത് അല്ലേ? ഫ്രണ്ടിൽ നിന്നല്ല, ജിഗില്ല അതെ, ഈ സൈഡിൽ നിന്നാണെങ്കിൽ എന്തോ വലിപ്പം അല്ലേ? ആണോന്ന് ഒരു കാറ് വിളിച്ച് പോകണം ഈ സൈഡിൽ നിന്ന് ആ സൈഡ് വരെ. നോക്കല്ലടാ, ആ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ ആ ഭാഗത്ത് ആ കണ്ടോടാ അവിടെ, അതാണ് ഫ്രണ്ട് സൈഡ്. നമ്മൾ അവിടെ നമുക്ക് എൻട്രി ഇല്ല, നമ്മൾ എക്സിറ്റ് പോകുന്നത് ആ വഴിക്കാം. കയറുന്നത് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടാണ് കയറുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എൻട്രി ടിക്കറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അഡൽസിന് 40 റുപ്പീസും ചിൽഡ്രന് 20 റുപ്പീസും സ്റ്റുഡൻസിന് 10 റുപ്പീസും ആണ്. ഇതിന്റെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 10 AM to 5:30 PM വരെയാണ്. പിന്നെ ഇതിന്റെ പുറമെ നമുക്ക് നൈറ്റിൽ ലൈറ്റ് ഷോ ഉണ്ട്. അതിന്റെ ടൈമിംഗ് 7 PM to 7:40 PM ആണ് വരുന്നത്. 500 കൊല്ലം ഭരിച്ചിരുന്ന വാടിയാർ രാജാക്കന്മാരായിരുന്നു ഈ കൊട്ടാരം പണിതത്. 1897 മുതൽ 1912 വരെ അവർ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടു. പിന്നീട് പുതുക്കി പണിത കെട്ടിടമാണ് ഇത് 1912. അതായത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം പിന്നീട് തീപിടുത്തമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇന്ന് കാണുന്ന നിലയിൽ 1912 ഇംഗ്ലീഷ് ആർക്കിടെക്ട് ഹെൻറി ഇർവിനാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. ഈ കൊട്ടാരം ഇൻഡോ സാസനിക് ശൈലിയിൽ പണിത ഈ കൊട്ടാരത്തിലെ ഹിന്ദു, മുസ്ലിം, ഗോട്ടിക്, രാജ്പുത് ശൈലികളുടെ ഒരു സംയോജനമാണ് കാണുന്നത്. അതാണ് ഇത്ര മനോഹരമായിട്ട് ഈ കൊട്ടാരത്തെ മാറ്റുന്നത്. ബ്രിട്ടീഷുകാർക്ക് കീഴിൽ മൈസൂർ രാജാവ് ശ്രീ ചാമരാജേന്ദ്ര വടിയാർ ഭരണത്തിലുണ്ടായിരുന്ന സമയത്താണ് ഈ കൊട്ടാരത്തിന്റെ ഭൂരിഭാഗം നിർമ്മാണവും നടന്നത്. അതായത് 1912 ശേഷം. ഇത് അവരുടെ റെസിഡൻസ് ആയിരുന്നു, രാജകുടുംബാംഗങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമായിരുന്നു. പിന്നീട് ഇത് കർണാടക ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് കൈമാറി അവര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നും ഒരു ഭാഗം കൊട്ടാരത്തിന്റെ അനന്തരാവകാശികൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. ഈ കൊട്ടാരത്തിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നടന്ന് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്, അത്രയും സമയമെടുക്കും. കൂടാതെ 245 അടി ഉയരമുള്ള ഗോപുരങ്ങൾ വരെ ഈ കൊട്ടാരത്തിലുണ്ട്. കണ്ട ഈ കാണുന്നത് നമ്മൾ ആ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് കയറി വരുന്ന ഭാഗങ്ങൾ. ആ മേളിലേക്കൊക്കെ നോക്കിക്കടാ, എന്നാ ഭംഗിയല്ലേ! അന്നത്തെ ചിത്രകലയും അതിന്റെ ആർക്കിടെക്റ്റും എല്ലാം കൂടി ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈല്. നമ്മൾ നേരത്തെ നോർത്തിലേക്കൊക്കെ പോകുന്നത് ഇന്ന് വിഭിന്നമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല ഭംഗിയല്ലേ? കണ്ട കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന കസേരകള്, കൂടാതെ രാജാവ് വെച്ചിരുന്ന സിംഹാസനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൊതുദർശനത്തിന് വെച്ചേക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല കേട്ടോ, ഈ ദൂരെ നിന്ന് കാണാനായിട്ട് പറ്റുള്ളൂ. എങ്കിലും എത്ര ഭംഗിയല്ലേ! ഈവൻ ഈ കൊട്ടാരത്തിനുള്ളിൽ നമ്മൾ മുന്നോട്ടുള്ള വീഡിയോയിൽ കാണുന്നുണ്ട്, ഈ കൊട്ടാരത്തിനുള്ളിൽ സിൽവറിന്റെ ഡോറ് വരെ ഉണ്ട്. അപ്പൊ സിംഹാസനമൊക്കെ സ്വർണ്ണത്തിലാണെങ്കിലും നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല, ഡോറ് വരെ സിൽവറിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ മുന്നോട്ടുള്ള വീഡിയോ കാണാം. അതിന്റെ മേളത്തെ ചിത്രരചനയൊക്കെ നോക്കി കിടക്കണം. പലതും സ്വർണ്ണ കളറിലാണ് അതിന്റെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ഉള്ളിൽ പല സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും സ്വർണ്ണ റൂമൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കാരണം ആ സ്വർണ്ണ കളർ ഉപയോഗിച്ചുകൊണ്ടേ. ഒരു പ്രത്യേക നല്ല അടിപൊളി സ്റ്റൈലല്ലേ നോക്കി സാധാ കൊട്ടാരങ്ങളൊക്കെ. ഈ ഭാഗങ്ങളൊക്കെ കടന്ന് അവിടെ കുറെ ഗൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു വിസിറ്റേഴ്സിനും ടൂറിസ്റ്റിനൊക്കെ ഓരോന്നും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.